അങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡ് കിടിലമാക്കാൻ വേണ്ടി. ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടുകൂട്ടമായിട്ട് നമുക്ക് എനർജി തരാൻ വേണ്ടി എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ ഇത്തമാരാണ്. ഹായ്, ഇവരെയൊക്കെ നമുക്ക് കണ്ടു പരിചയമുണ്ട് അല്ലേ? കാരണം മലപ്പുറം ജില്ലയിലെ ആനീസ് കിച്ചന്റെ കോമ്പറ്റീഷൻ നടത്തിയപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് മാത്രമല്ല, ഈ ഇത്തമാര് നമുക്ക് ഒരുപാട് സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. വയറ് നിറച്ച് നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് മനസ്സ് നിറച്ച് ചിരിപ്പിക്കാനുള്ള ഐറ്റംസ് കഴിച്ചിട്ട് തുടങ്ങിയാലോ? കഴിച്ചിട്ട് തുടങ്ങുന്നത് അറ്റ്ലീസ്റ്റ് പണി എടുത്തിട്ട് കഴിക്കുന്നതല്ലേ നല്ലത്. എന്നാ കഴിച്ചിട്ട് മലപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കാറില്ല, കയ്യിലേക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഭക്ഷണമൊക്കെ കാണും. അതെ. അപ്പൊ ഇന്ന് നമ്മൾ നന്നായിട്ട് സ്കിറ്റൊക്കെ ചെയ്ത് നല്ല കുട്ടികളായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇത്തമാരെ നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ തരും. ഓക്കെ, അത് എന്നാന്നുള്ള കാണണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ പരിപാടി തുടക്കം കുറിക്കാം. പിന്നെ നമ്മുടെ ഹൗസ്, അതെ, നമ്മുടെ പിള്ളേരെ നമ്മൾ ഇറക്കുന്നു അല്ലെ. നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയാണ്. അവരുടെ സ്കിറ്റ് കാണുന്നു, ചിരിക്കുന്നു, എന്നിട്ട് ബാക്കി കാഴ്ചകൾ കണ്ടാലോ. ആദ്യത്തെ സ്കിറ്റ് ஹலோ விஜய் சார், குட் மார்னிங். நான் வைத்தி பேசுகிறேன் சார். நான் இப்போ ஊட்டியில் இருக்கேன். நீங்கள் சொன்ன மாதிரி கேரளாவில் இருந்த ஒரு பர்சனுக்கு அப்பாயின்மெண்ட் கொடுத்தாச்சு. அவரை பார்த்து அவரை பேசியதுக்கப்புறம் அவரோட ஐடியாஸ் மோட்டிவ்ஸ் என்னன்னுள்ளது உங்களுக்கு ரிப்போர்ட் கொடுக்குறேன் சார். என்ன சார் சொல்கிறீங்க? எனக்கு மலையாளம் ரொம்ப நல்லாவே தெரியும் சார். சரி സാർ, ഓക്കെ സാർ, കോളിംഗ്. താങ്ക് യു. ഈ വിജയ് സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് ആണ്. അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗ് പോലെ നമ്മ യാറെങ്கிறது മുഖ്യമല്ലേ, നമ്മളാളെ എണ്ണ മുടിയുണ്ടതാ മുഖ്യം. ആരോ വരുന്ന 10 മണിക്ക് അപ്പം പറഞ്ഞിരിക്കുന്നത് അമ്പിളിക്കുട്ടൻ, തഗ് അമ്പിളിക്കുട്ടൻ. ഓക്കെ, വരട്ടെ. I am waiting. I am coming. മിസ്റ്റർ തഗ് അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ. I am വൈദി. വിജയ് സാറ് പാക്ക് പാക്കാ ചുണ്ണാമ്പ്. ചുണ്ണാമ്പാ? വിജയ് സാറിനെ പാക്കണം. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് മലയാളം അറിയാമോ? ഈ രക്ഷോട്ട് നിങ്ങൾ കാണണം. സാറ് പറഞ്ഞിട്ടുണ്ട് സാറിന് നിങ്ങളുടെ ഐഡിയാസ് എന്താണ്, പുതിയ മോട്ടീവ്സ് എന്താണെന്ന് എല്ലാം അറിയണം. എന്താണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നതിനുള്ള കാരണം? മെയിൻ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ വിജയ് സാർ ഒരു പാർട്ടി തുടങ്ങി 2 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആയില്ലേ? അതെ. അതുപോലെ എനിക്കും ഒരു പാർട്ടി തുടങ്ങി 1 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആവണം. വിജയ് സാറാണ് അദ്ദേഹം തുടങ്ങിയ പാർട്ടി TVK എന്ന പാർട്ടിയാണ്. നിങ്ങളുടെ പാർട്ടിയുടെ പേര് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കും അങ്ങനെ പേരിട്ട് തന്നിട്ടുണ്ട് പാർട്ടിക്ക്. എന്താണ് പേര്? നമ്മൾ AVK. TVK എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം തമിഴ്നാട് വെട്രി കഴകം. അപ്പൊ AVKയുടെ ഫുൾ ഫോം എന്താണ്? അത് എനിക്ക് വായിക്കാറിഞ്ഞൂടാ. മറ്റേ കൊച്ചഗ്രാണ് എഴുതി തന്നത് ഇംഗ്ലീഷിൽ. AVK അമ്പളിക്കുട്ട് വട്ട് കിഴങ്ങൻ. നിങ്ങളുടെ സുഹൃത്ത് തന്നെയാണ് അത്. വർഷങ്ങളായിട്ട് അറിയാമോ? അറിയാം. അപ്പൊ കറക്റ്റ് ആണ് ഈ പാർട്ടിയുടെ പേര്. നിങ്ങൾ എങ്ങനെയാ വന്നേ? ഞാന് മറ്റേ സൈക്കിളിൽ കേരളത്തിൽ നിന്ന് ഇതുവരെയോ? ഇതുപോലെ ബസ് അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ കാർ പിടിച്ചു വന്നു ഇവിടെ? അത് ഞാൻ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറി. അപ്പൊ എന്റെ കാശ് തീർന്നു പോയി. പബ്ലിക് ടോയ്ലറ്റിൽ കയറി കാശ് തീരൂ? അങ്ങനെ തീരൂല. ഞാൻ അതിനകത്തിരുന്ന് കക്കൂസി ഇരുന്നിട്ടേ ഒരു പാട്ട് പാടി. അപ്പൊ അപ്പുറത്തൊരുത്ത വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കക്കൂസി ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടുന്ന് വേറൊരു പാട്ട് പാടി. അവസാനം ഞാൻ 2 കട്ടക്കി പിടിച്ചു, അവൻ 8 കട്ടക്കി പിടിച്ചു. അവസാനം അന്താശ്ശേരി കളിയായി. ഞാൻ സായിൽ തുടങ്ങും, പായിൽ നിർത്തും, അവൻ പായിൽ തുടങ്ങും, ഞാൻ രായി തുടങ്ങും. അങ്ങനെ രാത്രി 10 മണിക്ക് കയറി ഞാൻ പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് ഇറങ്ങി വന്നത്. 10,000 രൂപ. അവന് 7,500 രൂപയായി. അന്താക്ഷരി കളിച്ചത് നന്നായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാരുടെ സ്കൂട്ടറോ ബൈക്കോ വാങ്ങിക്കൊണ്ട് വരാം. സ്കൂട്ടറിൽ പോകില്ല. ഞാൻ എപ്പോ സ്കൂട്ടർ എടുത്താലും അപ്പൊ എനിക്ക് പെറ്റി അടിക്കും. പെറ്റി? ഹെൽമെറ്റ് വെക്കില്ലല്ലേ? ഹെൽമെറ്റ് ഒക്കെ വെക്കും. പിന്നെ അതല്ല, ഞങ്ങൾ അവിടെ ഒരു പാലം ഉണ്ട്. ഈ പാലത്തിൽ അങ്ങോട്ടേ പോകാൻ പറ്റൂ, ഇങ്ങോട്ട് വരാക്കൂല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വൺ വേ. അത് തന്നെ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ഇങ്ങോട്ടും വരും. അതിനാ അങ്ങനെ വരുന്നത്? അത് നിയമമല്ലേ? ഇല്ല, എനിക്ക് എന്റെ അച്ഛനെ അനുസരിക്കണം. അച്ഛനനുസരിക്കണം. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ വേലക്കാരി അടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അനുസരണം. നിങ്ങളിപ്പോ ഈ തമിഴ്നാട്ടിൽ വന്നെന്ന് കരുതുക, പുതിയ പാർട്ടി രൂപീകരിച്ചെന്ന് കരുതുക. ചെയ്ത് കഴിഞ്ഞു. ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വിജയ് സാറിനെ പോലെ
വിജയ് സാറിനെ പോലെ എനിക്ക് CM മുഖ്യമന്ത്രി ആവണം. വിജയ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം CM ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം അത്രയാണ്. അദ്ദേഹം ചെയ്യുന്ന നന്മകളാണ്. അദ്ദേഹത്തിന്റെ മരിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മരിക്കാൻ വിജയ് സാറും തയ്യാറാണ്. അത് വിജയ് സാറാണ്. എനിക്കുണ്ട് ആരാധകരൊക്കെ. ഞാനും വിജയിയാണ്. ഇയാൾ എവിടത്തെ വിജയ്? ഞാൻ നമ്മളവിടുത്തെ ക്ലബ്ബിൽ ബിസ്ക്കറ്റ് അടിക്കുക എപ്പോഴും ഞാനാണ് വിജയ്. നിങ്ങൾ സെയിം ആവാൻ തീരുമാനിച്ചു. ശരി, വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഈ വിജയ് സാറ് ഞാൻ കാണുമ്പോഴേ അദ്ദേഹത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർലോക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും. അദ്ദേഹത്തിന്റെ വീടും മുറ്റമൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. അതല്ല, അദ്ദേഹത്തിന്റെ പ്രൈവസിയിൽ ഞാൻ ഇന്റർലോക്ക് അങ്ങനെ വല്ലോ എന്ന് വെച്ചാ എത്തി നോക്കുന്ന ജീവിതം ഇന്റർഫെയർ സെയിം ആവും. അങ്ങനെ ഒരു കുഴപ്പമില്ല. സാറ് നല്ല മനസ്സുള്ള മനുഷ്യനാണ്, ഒന്നും പേടിക്കണ്ട. പിന്നെ എനിക്ക് നാട്ടിലൊന്നും നിൽക്കാൻ ഒക്കത്തില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അത് പറ്റി എനിക്ക് നാട്ടുകാരുടെ അടുത്തൊക്കെ പ്രതികാരം വീട്ടണം CM ആയിട്ട്. നാട്ടുകാരെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? നാട്ടുകാർ ഉപദ്രവിക്കുന്ന ചുമ്മാ എന്നിട്ട് അടിക്കുമെന്നേ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വരുന്നവന് പോകുന്നവനൊക്കെ ഇട്ട് അടിയാണ്. നമ്മളെ കൊണ്ട് പേടിയില്ലാത്തോണ്ടാണ്. പിന്നെ അങ്ങനെ പറയണ്ട, എന്റെ പേടിയുള്ള ഒരുത്തനുണ്ട്. അതാര്? കേരള ലോട്ടറി. മനസ്സിലായില്ല. ഇന്ന് അടിക്കും നാളെ അടിക്കും പറയുന്നല്ലോ, എന്റെ രോമത്തിത്തോടെ അവന് പറ്റിയിട്ടില്ലല്ലോ. ശരി, ഓക്കെ. ഞാൻ ചോദിച്ചത് വന്നു കഴിഞ്ഞാൽ ആദ്യം പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിഴക്ക് പടിഞ്ഞാറ് സൈഡിൽ ഒരു വീട് വേണം. കിഴക്ക് പടിഞ്ഞാറ്, അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. കിഴക്ക് പടിഞ്ഞാറാകുമ്പോൾ നമുക്ക് സൂര്യോദയൊക്കെ നേരെ കാണാൻ പറ്റും. ഈ കിഴക്ക് പടിഞ്ഞാറ് തന്നെ വേണമെന്ന് നിർബന്ധം എന്താണ്? അത് പിന്നെ ആളുകളെല്ലാം പറയുന്നു ഞാൻ ചുമ്മാ തെക്ക് വടക്ക് അടക്കുന്നവനാണ്. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് അതുള്ള. പക്ഷെ നിങ്ങളെ ഫാമിലിയുടെ കൂടെ കൊണ്ടുവരാം. ഫാമിലി ഇല്ല, ഡിവോഴ്സ് ആയി. ഇന്നലെ മറ്റേ കോടതിയിൽ നിന്ന് വിധി വന്നായിരുന്നു, എന്റെ ശമ്പളത്തിന്റെ പകുതി ഭാര്യയ്ക്ക് കൊടുക്കണം. നഷ്ടമല്ലേ പകുതി ശമ്പളത്തിൽ നിന്ന് പോകുമ്പോ? ലാഭമാണ്, അത് പകുതിയെങ്കിലും എന്റെ ഇരിക്കുമല്ലോ. കറക്റ്റ് സംഭവം തന്നെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, അവള് ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പിണക്കമാണെങ്കിലും ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണ് അവൾ അയച്ചിരിക്കുന്നത്. എന്തോ നയിച്ചു? എനിക്ക് അവൾ അയച്ചേക്കുന്നു. വേണ്ട നോക്ക്, എഴുത്ത് കണ്ടോ? എന്താണ്? വാഴക്കാണോ എന്ന്? വഴക്കാണോ എന്നാണ് എഴുതിയിരിക്കുന്നത്. നാട്ടിലൊന്നും നിൽക്കാൻ ഒക്കില്ല സാർ. കാര്യം എന്താണ്? നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം. എന്റെ നാടും നാട്ടുകാരൊന്നും കൊള്ളത്തില്ലെന്ന്. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ നാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളണം. നമ്മുടെ നാട് നാട്ടുകാരുടെ പേര് പറയുമ്പോൾ അഭിമാനം കൊള്ളണം. അത് നമുക്ക് ഊർജ്ജമായിരിക്കണം എന്നും. ഒരു കല്യാണം അപ്പൊ അറിയാം നാട്ടുകാരെ കൊണം. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അതാണ് എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ഞാൻ CM ആയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകും, അവരുടെ നന്മയ്ക്ക് വേണ്ടി. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. എവിടേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കാശി രാമേശ്വരം, അവിടുന്ന് നേരെ ഗോവ, അവിടുന്ന് കപ്പൽ മാർഗം. കപ്പൽ മാർഗോ? അല്ലോ, കപ്പൽ വേറെ മാർഗമൊന്നുമില്ല, പ്ലെയിനിൽ തന്നെ കയറ്റുമല്ലോ, എടുത്തെറിയും. കപ്പൽ മാർഗം നേരെ പട്ടായ, അവിടെ നേരെ തിരിച്ച് ബോംബെയിൽ ചുവന്ന തെരുവിന്റെ അടുത്തുള്ള കടലിൽ ഇറങ്ങി ഒരു സ്നാനവും ചെയ്ത് ശുദ്ധിയും വരുത്തിട്ട് നേരെ തിരിച്ചു വരും. നല്ല യാത്രയാണ്. ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു CM ആയിരിക്കും താങ്കൾ. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനാഷണലി ചിന്തിക്കണം. വേൾഡിന്റെ പേര് നമ്മുടെ പേരോട് ചേർന്ന് വരണം. അങ്ങനെ എന്നെ പറയാറുണ്ട്. ആണല്ലേ? ഇന്റർനാഷണൽ വേൾഡ് എന്നൊക്കെ എന്നെ പറയാറുണ്ടല്ലേ? എനിക്കറിയാം, മനസ്സിലായി. എന്താണ് ഇന്റർനാഷണൽ പാഴ്, വേൾഡ് തോൽവി. അതെങ്ങനെ മനസ്സിലായി? അതിന്റെ ടേക്ക് ഓഫ് കൗണ്ടറിൽ തന്നെ മനസ്സിലായി. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വിജയ് സാർ ചെയ്തില്ലേ, ഒരു 10-700 മറ്റേ ബിവറേജ് പൂട്ടിയില്ലേ? ബിവറേജ്, പക്ഷേ ഒരു ബിവറേജ് പൂട്ടിയതിന് കാര്യമുണ്ട്. 10-700 പൂട്ടിയെങ്കിലേ അതെല്ലാം ദേവാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ബസ് സ്റ്റാൻഡ്, അതിനടുത്തുള്ള ഷോപ്പുകളെ പൂട്ടിയിട്ടുള്ളത്. ടാക്സ് മാക്സ് ഷോപ്പ്, മദ്യം കൊടുക്കുന്ന സ്ഥലം തന്നെയല്ല എന്തായാലും ഞങ്ങളുടെ ഭാഷയിൽ ബിവറേജ്. അത് പൂട്ടിയൊന്നും വിഷയമല്ല. ക്ഷേത്രങ്ങൾ, ദേവാലയത്തിന്റെ അടുത്തുള്ളത് മാറ്റാം, പിന്നെ സ്കൂളിന്റെ അടുത്തുള്ളത് പൂട്ടാം. പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പൂട്ടാൻ പാടില്ല. നമ്മളിപ്പോ അത്യാവശ്യമായിട്ട് ചെന്ന് ഇറങ്ങുന്നു, സാധനം വേണം, പിന്നെ അവിടെ ഇങ്ങോട്ട് ഓട്ടോ വിളിച്ച് കിലോമീറ്റർ പോകണം. ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു 3 എണ്ണം തുറന്ന് കിട്ടു കൊടുക്കണം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ CM ആയാൽ കുടിയന്മാർക്ക് ഒരു പ്രത്യേക ഓഫറും ഉണ്ട്. എന്താണ് ഓഫർ? അതായത് ബിവറേജ് വഴി 1 ലിറ്റർ ഇറക്കി വെച്ചാലും വലിഞ്ഞു പോകാത്ത എലാസ്റ്റിക് ഉള്ള കിടിലൻ ചാട്ടി അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യും. അത് നല്ലൊരു ഓഫറാണ്. പിന്നെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയില്ലേ ബസ്സിൽ, അത് ഞാൻ കട്ട് ചെയ്യും. സ്ത്രീകൾക്ക് അങ്ങനെ സുരക്ഷിതത്വം വേണ്ടേ? ഇല്ല, പുരുഷന്മാർക്കാണ് സൗജന്യ യാത്ര വേണ്ടത്. അല്ലെ, സ്ത്രീകളുടെ സൗജന്യ യാത്ര മാറ്റി പുരുഷന്മാർക്കാക്കുമെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് സാധാരണയായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അവർക്ക് പറ്റത്തില്ല, സാധിക്കില്ല. ആര് പറഞ്ഞു? സാറേ, പുരുഷന്മാരെ കട്ടിയും കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണ്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പുരുഷന്മാരെ കട്ടിയും കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണ്? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്റെ പൊന്നു സാറേ, 5000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനം അത് പറഞ്ഞു പേശി 150 രൂപയ്ക്ക് മേടിക്കാൻ പെണ്ണുങ്ങളെ കഴിഞ്ഞേ വേറെ ആരും
അത് കറക്റ്റ് ആണ്. അങ്ങനെ ഒരു കൊള്ളാം. ഭയങ്കര കഴിവാ. പെട്ടെന്ന് നിങ്ങൾ ഐഡിയാസ് എല്ലാം ഒന്ന് പറയണം. എനിക്ക് ഞാൻ ബ്യൂട്ടി പാർലർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സാറിന്റെ കൂടെ ഇലക്ഷൻ വർക്കിന് നടന്നേ, നല്ല വെയിലായിരുന്നു, അങ്ങനെ മുഖമൊക്കെ നല്ല ഡള്ളായി പോയി. ഡള്ളായി. ഫേഷ്യലൊക്കെ ചെയ്യണം. ബ്യൂട്ടി പാർലറിൽ പോണ്ട, അതിന് വേറെ പരിപാടിയുണ്ട്. നമ്മൾ 1 കിലോ തക്കാളി മേടിക്കണം. തക്കാളി മേടിച്ച് അതിൽ നിന്ന് 1 തക്കാളി എടുക്കണം, മുറിക്കണം, മുഖത്ത് തേക്കണം, അരമണിക്കൂർ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കണം. എന്നിട്ട് പോയിട്ട് കഴുകി കളയണം. അപ്പൊ നമ്മൾ മേടിച്ചു വെച്ച മറ്റേ 1 കിലോ തക്കാളി ഇല്ലേ, അതിൽ നിന്ന് 1 തക്കാളി കുറഞ്ഞു കിട്ടും. ഒരു ചെയിനും കൂടെ ഭയങ്കര അപ്പൊ സാറിന്റെ ഐഡിയാസ് എല്ലാം എനിക്ക് മനസ്സിലായി. വേറൊരു ഐഡിയ കൂടെ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? വേറെ കൊതുക് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് കൊതുക് അല്ലേ, ചിക്കൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ കൊതുക് നിർമ്മാർജ്ജനം അത് നല്ലതാണ്. കൊതുകിന്റെ മുട്ടയിട്ട് പെരുവല്ലേ, വിഷം അടിച്ച് ഇല്ലാതാക്കുക. പിന്നെ നമ്മൾ അഹിംസ വിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ജീവികളെ നമ്മൾ കൊല്ലരുത്. പിന്നെ എങ്ങനെയാണ് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്? അതെന്ന് വെച്ചാൽ ഓരോ കൊതുകിനെയും പിടിച്ച് വന്ധീകരണം നടത്തും. ഒറ്റ ദിവസം കൊണ്ട് നടക്കുകയും ചെയ്യും. പെട്ടെന്ന് ചെയ്യാം. അപ്പൊ എന്തായാലും സാറിനോട് ഞാൻ ഇതെല്ലാം റിപ്പോർട്ടെല്ലാം കൊടുക്കുന്നു. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സാറിനെ കാണാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ സാറ് നിങ്ങൾ വന്നത് ഓർക്കാപ്പുറത്തായി പോയി. അല്ല, സൈക്കിളിന്റെ പുറത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. വിജയ് സാറിന് ജനങ്ങളുടെ അടുത്ത് അഴിമതി കാണിച്ച് ആ കാശ് എടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നല്ല ആസ്തിയുണ്ട്. ആ കാശിൽ നിന്നാണ് ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നത് അദ്ദേഹം. അങ്ങനെ അഴിമതി വരണോ ആയിരിക്കണം? അയ്യോ, എനിക്ക് അങ്ങനെ ആരെയും കാശെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കും ഉണ്ട് ആസ്തിയും അതൊക്കെ. നിങ്ങൾക്ക് എത്ര രൂപയുടെ ആസ്തിയുണ്ട്? 150. 150 കോടി എന്ന് പറയുന്ന ഒരു കുറഞ്ഞ ആസ്തി അല്ല. 150 കോടിയല്ല, പിന്നെ 150 രൂപ. ഇത് എത്ര നാളത്തേക്ക് അഴിമതി നടത്താതിരിക്കാനാണ്? 1 ദിവസത്തേക്ക്. അത് കഴിയുമ്പോ വൈകുന്നേരം പൈസ തരും, ഞാൻ ഖജനാവിൽ കൈയിട്ട് വാരും, അഴിമതി കാണിക്കും, ഖജനാവിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അതാണ് വരുംകാല തമിഴ്നാട് CM തഗ് അമ്പിളിക്കുട്ടൻ. പിന്നെ അല്ല വിജയ് സാറ് ഞാനും കൂടെ ഒരു പൊളിക്ക് നോക്കിക്കോ. ഇതുവരെ ചിരിക്കാൻ റെഡിയാണോ? എങ്കിൽ നമുക്കൊരു സ്കിറ്റ് കണ്ടാലോ? അഖിൽ ആൻഡ് അർജുൻ, നമുക്ക് ഇറക്കാടാ ടീമിനെ. നമ്മുടെ പിള്ളേരെ പറ്റി ഇപ്പൊ പറയും നമ്മുടെ അഖില്. നിങ്ങളുടെ ടീം 3A. അലീന, അഖിൽ, അർജുൻ. ഞങ്ങൾ എപ്പോഴും A ഗ്രേഡ് വാങ്ങിക്കുന്നവരാണ്. A കാറ്റഗറി സങ്കടം ഉണ്ടടാ. എന്റെ പേര് ഇപ്പോഴും നീ കറക്റ്റ് ആയിട്ട് പറയാത്തല്ലേ എനിക്ക്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ആവല്ലോ, ടീമിൽ മാച്ച് ആവൂല. അതൊക്കെ ഇവിടെ സംഭവം പോട്ടെ. നമുക്ക് ആദ്യത്തെ പെർഫോമൻസ് ഇവരെ കുറിച്ച് പറയുമ്പം ഈ ഒരു ഇൻട്രോ അല്ലാതെ വേറൊരു ഇൻട്രോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. കാര്യം നമ്മളിപ്പോ ഒരു കുടുംബക്കാരാണ്, നമ്മളൊരു ഫാമിലിയാണ്. അതുപോലെ നമ്മുടെ ഫാമിലിക്കകത്തൊരു ഫാമിലിയാണ് രണ്ടുപേര്. ആരൊക്കെയായിരുന്നു? അതെ, ആ ഫാമിലിയിൽ തന്നെ നമ്മുടെ ഒരു കുടുംബക്കാരനും കൂടെ ചേർന്നപ്പോ ഈ കുടുംബ കോമഡിയായി മാറിയത്. യു മീൻ മനോജേട്ടൻ? അതെ. ഓ മൈ ഗോഡ്, വാട്ട് എ നൈസ് കോമ്പിനേഷൻ. നമുക്ക് ആ കുടുംബത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സണ്ണി ചേട്ടൻ, സിന്ധു ചേച്ചി ആൻഡ് മനോജേട്ടൻ. അല്ലേ? പിന്നെ ഓർമ്മയുണ്ട്, ഓണായിരിക്കും. എന്നാ ശരി, പരിപാടി തുടങ്ങാം. വിത്തിട്ടു നമ്മൾ നിലമൊരുക്കി, വിത്തുമുളച്ചു നിലം പരത്തി, പതിയെ വിടർന്നൊരു നാമ്പിനെ നമ്മൾ പരിപാലിച്ചു നനച്ചും കിളച്ചും. പതിയെ വിടർന്നൊരു നാമ്പിനെ നമ്മൾ പരിപാലിച്ചു നനച്ചും കിളച്ചും. എങ്ങനിരുന്ന കുളിക്കടവാ, നിറച്ചും കാടുകളും കുറ്റിക്കാടുകളും ചെടികളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കുളിക്കടവാണ്. ആ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ വന്ന് അത് മൊത്തം വെട്ടി നശിപ്പിച്ചിട്ട് ഇപ്പൊ കളിക്കാരില്ലാത്ത ടെറഫ് പോലെ കിടക്കുക. കാരണം ഇനി ഞാൻ എവിടെ പോയി ഇരിക്കും? അവിടുന്ന് അറിയാം, അവിടുന്ന് മുട്ടിന്റെ വേദനയാ. അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കുളിമുറി പോയി ഞാൻ വലിഞ്ഞു കയറിയെങ്കിലും നോക്കിയേനെ. അറിയാമോ അഖിലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു കുറ്റിക്കാട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുറ്റിച്ചെടി നട്ടിട്ടുണ്ട്. അത് എനിക്കുള്ള പ്രോപ്പർട്ടിയാ. നീ അവിടെ കയറി അതിനകത്ത് കളിക്കാൻ വേണ്ടി നിൽക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നോണം. എടാ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുളി നിർത്തി കഴിഞ്ഞാൽ ഈ ബൈനോക്കുലർ ബാലന്റെ ടെറിട്ടറി എന്നെ പൂട്ടിപ്പോത്തില്ല. പറഞ്ഞത് ഓ എന്റെ പൊന്നോ, എന്നെ ഈ പാറകൾ കംപ്ലീറ്റ് വഴിപ്പടിയാ കേട്ടോ. ഈ പടി മുഴുവൻ വഴുക്കല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു മുളയുടെ ഒരു ചെറിയൊരു തൈ നടണം. എന്നാലേ എനിക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. പെണ്ണുങ്ങൾ വിളിച്ച് നടവിലെത്തി നോക്കുന്നേ. പാറപ്പുറത്തിരിക്കുന്ന ഒരു ഓന്താണ്. എടി വാനജേ, എന്തുവാ ചേട്ടാ? ഇങ്ങോട്ടൊരു കാര്യം വാടി ഇങ്ങോട്ട്.
എടി ഞാൻ ഇവിടെ കിടന്ന് അണ്ടർവെയർ വലിച്ചു കീറുന്ന നീ കേട്ടില്ലയോ? അണ്ടർവെയർ വെച്ച് കീറി. അണ്ടർവെയർ അല്ല, അണ്ടവാ വലിച്ചു കീറിയത് കേട്ടില്ലയോ ഒന്ന്? ആഹാ, അതായിരുന്നു. ഞാൻ വിചാരിച്ച ആകെ വരണേ ഉള്ളു, അത് നിങ്ങൾ വലിച്ചു കീറിയെന്ന്. ഒന്നേ ഉള്ളെങ്കിലും ഞാൻ അത് എന്നും കഴുകും. അല്ലാതെ നിന്റെ അച്ഛന്റെ കൂട്ട് സ്പ്രേയുടെ പരിപാടി എനിക്കില്ല. ഇല്ലെങ്കിലും എന്റെ അച്ഛന് റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാ കണ്ടന്റ് കുളിക്കടവ് എടുത്തത്. അപ്പൊ ഇന്നും എന്റെ അച്ഛന് റെസ്റ്റ് കിട്ടും. എടി ഇവിടുന്ന് ഒരു ഓന്തോടി പോയെന്ന്. പോന്തോ? ആ യോ, എന്റെ പൊന്നിയേട്ടാ, അത് ഓന്തല്ല, അതാ കോന്തം ബൈനോക്കുലർ ബാലനാ. അവനെ പൊക്കാനല്ലയോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്നീ പാപ്പൻ അവനെ പോക്കും. എങ്ങനെ? എടി നീ ഇവിടെ കുളിക്കാൻ നേരം ഞാനൊരു ക്യാമറ വെച്ച് അങ്ങ് ഷൂട്ട് ചെയ്യും. ആ ഫസ്റ്റ് ഇത്രയും നാളും പപ്പന്റെ വനജയെന്നായിരുന്നു നാട്ടുകാരെ വിളിച്ചോണ്ടിരുന്നത്. ഇനി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് 15 വനിത എന്ന് നാട്ടുകാർ. ഇന്നത്തെ കാര്യം ചെയ്യും, വീട്ടിലൊരു കുളിമുറി ഉണ്ടല്ലോ, നിനക്ക് അവിടെ കുളിച്ചാ പോരായോ? അതെന്തോ വർത്താനമായിട്ടാ നിങ്ങൾ ഈ പറയുന്നത്? എന്തോ വർത്താനമാ നിങ്ങൾ ഈ പറയുന്നത്? എന്നും മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കൂടത്തില്ലയോ? ഇവിടെ ആകുമ്പോ അവന്റെ ചാർജ് അല്ല കൂടത്തുള്ളൂ. കഷ്ടം. എടി നിങ്ങൾ പെണ്ണുങ്ങൾക്കെല്ലാം കൂടി അവനെ പിടിക്കാനുള്ളതല്ല ഉള്ളോ? അയ്യോ, കഴിഞ്ഞ ആഴ്ച ആ സരസ അവളെ പൊക്കിയതല്ലയോ? അന്നേരം അവൻ പറയുവാ അവൻ കീഴാർനെല്ലി പറിക്കാൻ വന്നയാന്ന്. നീ നോക്കിയോ, ഇന്ന് അവന്റെ കീഴാർന്നില്ല ഞാൻ പറിക്കും. എടി കഴിഞ്ഞ ആഴ്ച അവൻ ആ പഞ്ചായത്തിൽ പോയി കുളിമുറിയുടെ പേര് വഴക്കുണ്ടാക്കിയെന്ന്. ജോഡിയാരും പഞ്ചായത്തിൽ നിന്ന് അവന് കുളിമുറി കൊടുത്തതല്ലയോ? അയ്യോ, അതിനല്ല വഴക്കുണ്ടാക്കിയേ, അപ്പുറത്തെ സരസയ്ക്ക് കുളിമുറി കൊടുത്തും പറഞ്ഞാ വഴക്കുണ്ടാക്കിയത്. സരസയ്ക്ക് കുളിമുറി കൊടുത്താൽ ഇവൻ എന്നാത്തിനാ വഴക്കുണ്ടാക്കുന്നത്? എടി ഇനി അവളിവിടെ വന്ന് കുളിക്കത്തില്ലല്ലോ, അവന്റെ ഒരു കസ്റ്റമർ കുറഞ്ഞില്ലയോ? അതെങ്ങനാന്ന് പറ. ഇവനൊന്നും നേരത്തിനും കാലത്തിനും കല്യാണം കഴിക്കത്തില്ല, പിന്നെ അല്ലയോ ഈ ഒളിഞ്ഞോട്ടം ഒക്കെ നടത്തുന്നത്. എടി അവനൊന്ന് കെട്ടിയതാ. അയ്യോ, എന്നിട്ട് ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏട്ടാ. കല്യാണം കഴിഞ്ഞ ആ പെണ്ണിന്റെ വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോഴേ ആ നാട്ടിൽ കുളിക്കടവില്ലെന്ന് പറഞ്ഞ് അവൻ ആ പെണ്ണിനെ അങ്ങ് ഉപേക്ഷിച്ചെന്ന്. എന്തോ ചെയ്യാനാന്ന് പറ. നീ നോക്കിയാ എന്തായാലും ഇന്ന് അവനെ ഞാൻ പോക്കിയിരിക്കും. അയ്യാ, നിങ്ങൾ എങ്ങനെ അവനെ പൊക്കോന്നാ ഈ പറയുന്നത്? അവൻ ഓരോരോ ദിവസം ഓരോരോ വേഷത്തിലാ ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. ഇന്ന് അവന്റെ ഫിഗർ ഷോ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും. നിങ്ങൾ ഇന്നത്തെ കാണിക്കുവാ? നീ ഇങ്ങോട്ട് വന്നേ. എന്താണ്? ആണോ? ആണോ? അയ്യോ, എന്നാ ഉറപ്പായിട്ട് ഇന്ന് അവനെ പൊക്കിയിരിക്കും. എടി വനജേ. എന്താ ചേട്ടാ? എടി നീ ഇവിടെ ഒറ്റയ്ക്ക് ഇന്നൊന്ന് കുളിക്കണേ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കുളിക്കാനോ? ആ. അപ്പൊ ചേട്ടൻ എവിടെ പോവാ? ഞാന് വീട്ടിൽ വരെ പോയിട്ട് വന്നിട്ട് മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ചേട്ടാ പെട്ടെന്ന് വരുവോ? ഇല്ല, ഞാനൊരു 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. മതി, മതി. ആ മതി മതി അങ്ങ് പോ. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ അവളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. അതെങ്ങനെ സംഭവിക്കാനാ? ഏത് നേരം നോക്കിയാലും ആ കാലമാടൻ ഭർത്താവ് കൂടെ ഉണ്ടാവും അവിടുന്ന്. ഇന്ന് ഞാൻ കിടക്കും അവിടുന്ന്. വെളുക്കുമ്പോ കുളിക്കുന്ന നേരത്തു പിന്നിൽ നിന്നും സോപ്പിട്ട് ആരു തരും? ഞാൻ അതിനല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇന്ന് സോപ്പിട്ടും മെഴുകും. ഇവിടെ ഇരുന്ന സോപ്പ് എന്തേ? അതല്ലേ ആ പെട്ടിക്കകത്തിരിക്കുന്നത്. അതാരാ? ബാലൻ. കാലനോ? കോമഡി ഇല്ല, എന്നാലും ചിരിച്ച് കയറ്റി കൊടുക്കും. ബാലൻ. അയ്യോ, പണ്ടത്തെ കുട്ടേ, ആ. ഈ സോപ്പ് എടുത്ത് പുറത്തിടാൻ പറ്റുന്നില്ല, കൈ എത്തുന്നില്ല. എന്തിനെത്തിക്കണം? 2 കൈയായിട്ട് ഞാനിവിടെ നിൽക്കുമല്ല, ഞാൻ അങ്ങ് തേച്ച് തരത്തില്ല. അയ്യോ. ആ, ദേ, ഞാനേ ഈ നിന്റെ പുറത്ത് സോപ്പിട്ടതുപോലെ നമുക്ക് ഇത് തേക്കുന്ന പോലെ നിന്റെ കെട്ടിയോനെ അങ്ങ് തേച്ചാലോ? അതിനെന്താ? ആണോ? പിന്നെ സമയം കളയാതെ പെട്ടെന്ന് കുളിക്ക്. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. അയ്യോ, ഇച്ചിരൂടെ ശരിക്കൊന്നിട്ട് ഇവിടെ എന്ത് അതെന്താ ചെയ്യുവാ? അതോ? ആ. അത് തേക്കുമല്ലേ അവിടുന്ന്. എന്റെ പൊന്നെ, അതെന്താ ചെയ്യുന്നേ? അതെന്താ ചെയ്യുവാ? ഇത് സോപ്പ് കളയുന്ന വൈപ്പറാ. അതെന്താ വിട്ടതാ? എന്റെ ഹൃദയം ഞാൻ അത് പതിപ്പിച്ച് വെച്ചതാ. അനങ്ങല്ല അവിടുന്ന്. അതെന്തോ പോയി? ഞാൻ ഒരു അമ്പ് വിട്ടതാ. ഇതെന്താ ഈ അമ്പ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഓ എന്റെ ദൈവമേ, എന്നാ വിരിവാ ഇത്. എന്തോ ഈ പുറത്ത് എഴുതിയേക്കുന്നേ? ബാലൻ വനജ. അയ്യോടാ, വിത്തിടാൻ മറന്നുപോയി. ഓ
ഒരു കൃഷിപ്രിയൻ. അയ്യോ എന്നാ വിരി വഴി നിന്റെ പുറത്തിന്. നീ ഈ ഇലക്ഷന്റെ സമയത്തിന് 4 പാർട്ടിക്കാർക്ക് ബാനർ എഴുതാൻ കൊടുക്കാൻ മേലായിരുന്നു. അവര് ജയിച്ചേനല്ലോ പുഷ്പം പോലെ. ആ പെട്ടെന്ന് കുളിക്കുന്നേ. അയ്യോ എനിക്കിവിടെ കുളിക്കാൻ പേടിയാ. പേടിക്കുന്ന ഞാൻ ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ലേ. ഇന്നലെ ഇവിടെ കുളിക്കാൻ തുടങ്ങിയപ്പോളേ ആ. എന്നെ ഒരു കഴന്നാ കടിച്ചു. അയ്യോ അത് കഴുന്നല്ല. കഴുന്നാടെ വേഷത്തിൽ ഞാൻ വന്ന് മോടെ കാലിൽ ഉമ്മ വെച്ചതാ. ആയിരുന്നു. ആ പിന്നെ മിനിഞ്ഞാന്നേ ഒരു മുതല വന്ന് മോടെ കാലെ കടിച്ചില്ലേ. അത് ഈ മുതലാ. അത് വല്ലാത്ത കടിയായി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ആ നീർക്കോലിയായിട്ട് വന്ന് കടിച്ചതാ. നീർക്കോലിയോ? എടാ ചേട്ടാ നീ പണിക്ക് പോവാന്ന് പറഞ്ഞോണ്ട് ഈ പരിപാടിക്കാണ് വന്നോണ്ടിരുന്നല്ലേ. വീട്ടിൽ വട്ടം തന്നെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. ആ മാളു പറഞ്ഞോ മാളു. പിന്നെ ആ മുശിയുടെ കൊത്തിച്ചിട്ട് കടുപ്പായി പോയി കേട്ടോ. മുഷിയോ? അച്ഛൻ ശശി കൊള്ളാം കേട്ടോ. ആ ഇവിടെ പോയി. ഇവിടെ ഞാൻ തെറ്റിദ്ധരിച്ചു. പാലേട്ടാ പാലേട്ടാ കല്യാണം കഴിക്കാത്തേ? ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടച്ചു പൂട്ടി ഇരിക്കണ്ടേ. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കാട്ടിലെ കണ്ണനെ പോലെ ചാടി ചാടി നടക്കണം. പാലേട്ടൻ കാട്ടിലെ കണ്ണനല്ല, പിന്നെ കുറ്റിക്കാട്ടിലെ കണ്ണൻ. ഒരു പാലേണ്ണ ആ ചകരി ഇട്ട് തേക്കണ്ണ. അങ്ങനെയൊക്കെ ഉണ്ടോ? എവിടെ ചകിരി ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നു. ആണോ? ഞാൻ സോപ്പിട്ട് മോന്ത തേച്ച സ്ഥിതിക്ക് ഇനി ചകിരി ഇട്ട് അങ്ങോട്ട് മോക്കുമ്പോ തേച്ചാലോ? മുഖം ഒന്ന് കാണിച്ചേ. മുഖം മാത്രം ഒന്നിനാക്കുന്നത്. നീ കണ്ടില്ലേ? കണ്ടു ഞാൻ കണ്ടു 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 കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്യും. എന്റെ ബീട്രൂട്ട് ചേട്ടാ, ബീട്രൂട്ടല്ല എന്റെ ബീട്രൂട്ട് ചേട്ടാ, ആ പാട്ടൊന്നും നിർത്താവോ? അല്ലെങ്കിൽ ഇവിടെ ഈ പുഴ വറ്റുന്നത് വരെ അവൻ എന്നെ കാണിച്ചോണ്ടിരിക്കുവോ? മുഴുവനായിട്ടൊന്ന് കാണട്ടെ. അത് ശരി. അപ്പൊ എന്നെ മുഴുവനായിട്ട് കാണുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടെ കാണുന്നതിനാണ് കുഴപ്പം. പറഞ്ഞതിനായോ? നിനക്കറിയാവോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇന്നേ വരെ ഞാൻ കുളിക്കുന്നിടത്ത് എന്റെ കെട്ടിയാൻ ഒളിഞ്ഞു നോക്കിയിട്ടില്ല. അത് പിന്നെ സ്വന്തം കടയിൽ നിന്ന് ആരെങ്കിലും ഓടിച്ചു തിന്നു. അവൻ ന്യായം പറയാൻ വന്നേക്കുന്നു. ഏതെങ്കിലും ആണൊരുത്തൻ ഈ കടവിൽ കുളിക്കാൻ വന്നാ നിന്റെ ഒന്നും തലവട്ടം കാണത്തില്ലല്ലോ. പെണ്ണൊരുത്തി ഇങ്ങോട്ട് വന്നാ ഇവിടെ നിൽക്കുന്ന മരത്തിന്റെ തലയെക്കാട്ടി കൂടുതലാ നിന്റെയൊക്കെ തല ഇവിടെ. നിന്നോടൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ ഇരിപ്പോശം വെച്ച് നിന്നെ ഞാൻ അടിക്കേണ്ടതാ. അടിക്കുമോ നീ? അടിക്കും. അടിയടാ നീ. നിങ്ങൾ ഇതെന്താ കാണിക്കാൻ പറ്റിയ? ഇരിപ്പോശം വെച്ച് അടിച്ചു വേണ്ട. ഒരു കാര്യം ഞാനോട് പറയാം. ഇത് അവസാനത്തെ താക്കീതാ. ഇനി നീ പണി കാണിച്ചാൽ നിന്നെ ഞാൻ തല്ലിക്കൊന്ന് നീ പുഴയിൽ എറിഞ്ഞു കളയും. പുഴയിലെറിയരുത്. ഭൂമിയുടെ വരദാനമാണ് പുഴകൾ. അത് മലിനമാക്കാൻ അനുവദിക്കരുത്. എന്നെ തല്ലിക്കൊന്നിട്ട് ആ നിൽക്കുന്ന മരത്തിന്റെ മൂട്ടിലോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങ് ഇരുത്തിയാൽ മതി. എന്നാലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ. അപ്പൊ മഴ തോർന്നാലും മിന്നലുണ്ടെന്ന് അർത്ഥം. അതാണ് ഇവിടുത്തെ ബാറ്ററിയുടെ പവർ. നിങ്ങൾ ഇവന്റെ വാചകം കേട്ടോണ്ട് നിൽക്കാതെ പോലീസിനെ വിളിക്കുന്നുണ്ടോ? എന്റെ പൊന്നു പെങ്ങളെ നമ്മൾ പോലീസിനെ വിളിക്കുക ചെയ്യരുത്. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആള് കൂടും, പോലീസ് വരും. അപ്പൊ എന്റെ വനജക്കുഞ്ഞിന് ഇന്ന് കുളിക്കാൻ പറ്റത്തില്ല. അതിന് ഇന്ന് നീ ഇവിടെ കുളിയില്ല. ഇനിയും 16 ദിവസം കഴിഞ്ഞേ ഇവിടെ കുളിയുള്ളു. ആരുടെ കുളിയാ? നിന്റെ കുളി. എന്റെ കുളിയോ? ആ നിന്റെ പോലെ കുളി. കുളിയോ? അതെ വാരിയെടുത്ത് അങ്ങോട്ട് എറിയവനെ. അങ്ങനെങ്കിലും നീ എന്നെ ഒന്ന് തൊട്ടല്ലോ. എനിക്ക് അതും മതി അവിടുന്ന്. കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരുന്ന ഒരു കലാരൂപത്തെ വീണ്ടും മലയാളികളെ ഓർമ്മിപ്പിച്ചതിന് പ്രിയപ്പെട്ട മനോജ് വഴിപ്പിടിക്കും, സനീഷ് മുഖസ്ത്രീക്കും, സിന്ധു സനീഷിനും, കോമഡി മാസ്റ്റേഴ്സിന്റെയും നെടുമങ്ങാട് കാരേറ്റി വെഞ്ഞാറുമൂട് കല്ലറ പൗരസമിതികളുടെയും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിട്ടിലായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു കിറ്റില് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരുമിച്ച്, മറ്റേ നിങ്ങൾ അടിയായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട്, ഇതിൽ നിങ്ങൾ ഒരുമിച്ച് വന്നു സ്കോർ ചെയ്തു. കിട്ടിലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സ്കിറ്റ് അല്ല എന്റെ സനീഷേട്ടോ സനീഷയുടെ ശരിക്കും അല്ലാണ്ട് നിന്ന് പെർഫോം ചെയ്തില്ലേ, അതിനേക്കാളും കൂടുതൽ അത് കിട്ടിയിട്ട് പെർഫോം ചെയ്തപ്പോഴായിരുന്നു. സനീഷേട്ടനെ പറ്റി പറയുമ്പോ എനിക്ക് ബാലൻചേട്ടനെ പറ്റി പറയാനുള്ളത്. തൂവാനത്തുമ്പികൾ സിനിമയില് മണ്ണാർത്തൊടി ജയകൃഷ്ണനെ ലാലേട്ടൻ കണ്ടിട്ടില്ല അഭിനയിക്കുമ്പോ. അതുപോലെ ഇങ്ങനത്തെ ഒരു ലോക വായി നോക്കി ഉണ്ടെങ്കിൽ ആ വായി നോക്കി ബാലൻ മറ്റേ ബൈനോക്കുലർ ബാലനാവുന്ന ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനേ സനീഷയുടെ ഒരു കാര്യം മനസ്സിലാക്കണം. പെൺകുട്ടികളായിട്ട് പോലും അവർക്ക് ചേട്ടന്റെ ഏരിയയെ കുറിച്ച് പറയാനായിരുന്നു വ്യഗ്രത കൂടുതൽ.
അപ്പൊ എന്നെ പോലത്തെ മലയാളി പ്രേക്ഷകർ തനീഷേട്ടാ അതിങ്ങനെ കൊടുത്തിട്ട് നല്ല സ്ട്രക്ചർ ആയിരുന്നു കാണാൻ. നല്ല ഭംഗിയായിരുന്നു ആ വേഷത്തിൽ. ആ കോംബോ അടിപൊളിയായിരുന്നു കേട്ടോ. തിരിഞ്ഞിട്ടുള്ള ആ സീക്വൻസ് തന്നെ അടിപൊളിയായിരുന്നു. ഈ ആ കോംബോ എന്ന് ഉദ്ദേശിച്ചത് ആ മുണ്ടും പുള്ളിയും തമ്മിലുള്ള കോംബോ ആണ്. മുണ്ടും പുള്ളിയും വായി നോക്കിയും കൂടിയുള്ള കോംബോ. പക്ഷെ അതൊക്കെ നടക്കുമ്പോ അവിടെ നിന്നിട്ട് സിന്ധു ആസ്വദിക്കണ്ടേ? അയ്യോ സത്യം, ഞാനും കണ്ടു ചേച്ചി. ഞാൻ നോക്കുമ്പോ സിന്ധു സിന്ധു ചേച്ചി ആക്ച്വലി പുട്ടിന്റെ പീരയാണ് ഈ ഒരു സ്കിറ്റിൽ. പക്ഷേ മനോജണ്ണന്റെ ജീവിതത്തിൽ ഏതോ ഒരു ഏട്, അത് വലിയ ഏട്. വലിയ ഏട്, അത് ചെറുതല്ല. ഇനിയൊന്നും പറയില്ലേ, വെറുതെ വിട്ടേക്കണം. മണ്ണാറത്തോട് ജയകൃഷ്ണ എല്ലാരും ഒരേപോലെ ചിരിച്ചു. ദേ ഈ ഇത്തേക്ക് ചിരിച്ച് തട്ടുവിടറോ ചിരിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചു പോയി. അടിപൊളിയല്ലായിരുന്നോ? ഇത് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ഉഷാറായി സൂപ്പർ ആ വരവ് കണ്ണിന്റെ മുന്നിൽ നിന്ന് പോകുന്നില്ല അല്ലേ ഇപ്പഴും? അടിപൊളി. ഇത്ത പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഇതുപോലൊരു ചേട്ടൻ. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം അല്ലേ? ആ നോക്കിയോ. ₹31,000 ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. ഓ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കിഡിലായിട്ട് വീണ്ടും വരാം, ഇതുപോലെ നമ്മളെ ചിരിപ്പിക്കാം. ഓക്കെ, ആ ഭാഗത്ത് ഇച്ചിരി കുറവുണ്ടോ എനർജി? ഞങ്ങൾ കൂടുതലാ. അതെ, ഞങ്ങൾ ഒന്നുകൂടെ കൂട്ടാൻ പോവാണ്. നമ്മുടെ ഇവിടെ സ്കിറ്റ് കളിക്കാൻ സാധാരണ മുരളിച്ചേട്ടൻ, സതീഷേട്ടൻ, രതീഷേട്ടൻ ഇങ്ങനെയല്ലേ വരിക? ഫ്ലോറിലും ഉണ്ട് അയ്യോടാ ആകിലി. ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. ഇനി ഒരു നാഷണൽ ലെവൽ പേരുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കാൻ പോവാ. അതെ അതെ, നമ്മൾ ട്രിവാൻഡ്രത്ത് ഓഡിഷൻ നടത്തി. അന്ന് ഈ കുഞ്ഞു മക്കളുണ്ടായിരുന്നു, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതില് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നാടകമൊക്കെ ചെയ്ത് അതിൽ പുലികളായിട്ടുള്ള സീനിയർ ആൾക്കാർ അന്ന് വന്ന് ഞങ്ങളെ ശരിക്കും ചിരിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ആ ഇന്റർനാഷണൽ പുലികളെയാണ് ഇന്നിവിടെ ഇറക്കുന്നത്. നെയ്മിംഗ് സെറമണി പറയൂ. ഖാൻ, ഗോപകുമാർ ആൻഡ് സ്മിത. അപ്പൊ ചേച്ചി ഈ ടീമിന് വേണ്ടി നമുക്ക് ആ ബാറ്ററി ഒന്ന് ഓണാക്കി കൊടുത്താലോ? ബാറ്ററി ഇങ്ങനെ ഓൺ ആയിരിക്കുക. സൂപ്പർ, കാണാം, പെർഫോമൻസ് കാണാം. തന്റെ പേര് വിളിക്കുന്നോടാ? അച്ഛനും പേര് വിളിച്ചതല്ല, പാക്കരാന്നല്ല വിളിച്ച, വാക്കരോ വാ തുറക്കാൻ. ഗുളിക കഴിക്കണ്ടേ? എന്റെ പൊന്നച്ഛനല്ലേ, വാ തുറന്നേ. ഓ ഇത്തിരി പോകുന്ന ഒരു ഗുളിക കഴിക്കാൻ ഇങ്ങനെ ഷട്ടർ വെക്കണ്ട വല്ല കാര്യം? ആ പ്രഷറിനുള്ള ഗുളിക നേരെ പിടിച്ചോണ്ട് മൂക്കിനകത്ത് കയറി പോവും. നീ എന്റെ പൊന്നു മോൻ വാ തുറ. ഷുഗറിന്റെ ഗുളിക. സൂപ്പർ. അച്ഛാ എനിക്ക് ഇങ്ങനെ എപ്പോഴും അച്ഛന് ഗുളിക എടുത്തു തരാനൊന്നും പറ്റത്തില്ല. എന്തുവാടാ നിനക്ക് ഞാൻ ഗുളിക എടുത്തു തരുന്നത്? എന്നാ ഞാനൊരു കല്യാണം കഴിക്കാൻ പോകും. അയ്യ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. എന്നാ നീ എനിക്കൊരു ഹോം നേഴ്സിനെ താടാ. ഒരാഴ്ചക്ക് മുമ്പ് കൊണ്ടുവന്ന ഹോം നേഴ്സ് എന്തിയേ? അവളെ ഓടിക്കളഞ്ഞ്. ഇതാ അവള് പറയാ ഞാൻ ഞരമ്പാന്ന്. നീ നോക്കടാ മോനെ, എനിക്ക് എവിടെങ്കിലും നരമ്പ് കളഞ്ഞിട്ടുണ്ടോടാ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് ശാരദ ചേച്ചിയെ വിളിക്കാം. ഏത് ശാരദ ചേച്ചി? തോട്ടുംകരയിലെ ശാരദ ചേച്ചി, അച്ഛന്റെ പഴയ ലൈൻ. എനിക്കിത് വേണം. നിനക്ക് 4 വയസ്സുള്ളപ്പോഴാണ് നിന്റെ അമ്മ മരിച്ച. ഇന്ന് വരെ എന്തെങ്കിലും ഒരു പേര് ദോഷം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോടാ? അല്ല, പേര് ദോഷം കേൾപ്പിക്കാൻ അച്ഛൻ എന്താ പെണ്ണാണോ? ആണുങ്ങളും പേര് ദോഷം കേൾപ്പിക്കും. അതൊക്കെ പോട്ടെ. അച്ഛൻ ഈ ശാരദ ചേച്ചിയെ കാണാറുണ്ടോ? അവർക്ക് സുഖമാണോ? അവള് മരിച്ചിട്ട് 93 ദിവസമായി. എന്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷമായച്ചാ? എനിക്ക് ശാരദ ഒരു സഹോദരി മാത്രമായിരുന്നില്ല, പിന്നെ ഒരു കാമുകിയും കൂടായിരുന്നു. ഇതാ ഞാൻ കല്യാണം കഴിക്കാത്ത.
അല്ല അച്ഛന് വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്റെ പൊന്നു മോൻ, ഞാൻ ഇന്ന് അടിച്ചു പൊളിക്കുവേ. എന്തോന്ന്? അല്ല മോനെ, കൈയും കാലും ഒക്കെ കോച്ചി പിടിക്കുന്നു. ഞരമ്പേ നൊരഞ്ചു പൊന്തുന്നതായിരിക്കും. ഈ മൂലംകുഴി മുലങ്കുഴി താഴെ, ഇത് മോന്തക്കുഴി. ഇത് മൂലംകുഴി മാധവൻ മുതലാളിയുടെ മൊയ്ഡാണോ? ഇത് മുലങ്കുഴി പാക്കരം മുതലാളിയുടെ വീടല്ല, ഇതാ വീട്. മുതലാളിയെ ഒന്ന് വിളിക്കാമോ? ഇതിന് ഒരു സ്വകാര്യം പറയാനാ. രഹസ്യമാണോ? എന്റെ അടുത്ത് പറഞ്ഞാ മുതലാളിയോട് മാത്രമേ പറയൂ. എന്നാ ഇപ്പൊ കൊണ്ട് ഇറക്കി തരാം. ആരാ? മൂലംകുഴി ഭാസ്കരൻ മുതലാളിയായിരുന്നോ? മുതലാളി ക്ഷമിക്കണേ, ആളറിയാതെ. ഞാൻ ചക്കപ്പഴം ശാന്തി. ചക്കപ്പഴം ചാണ്ടി? എവിടെ എവിടെ? അയ്യോ അല്ല അല്ല, ശാന്തി എന്റെ പേരാ പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിലെ 3 ശാന്തിമാരുണ്ട്. കട്ടുറുമ്പ് ശാന്തി, കുന്നുമ്മ ശാന്തി, ഞാൻ ചക്കപ്പഴം ശാന്തി. അപ്പൊ നിങ്ങളുടെ നാട് ശാന്തിമാരുടെ ഒരു വിളനിലമാണല്ലേ? അപ്പൊ അങ്ങോട്ട് താമസം അറിയാലോ. മുതലാളി, ഞാനിവിടെ പുതിയ ഹോം നേഴ്സായിട്ട് വന്നതാ. എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ വന്നേ? അല്ല, ഭാഗ്യം. വായിരി. ചക്കപ്പഴത്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റ തടിയാ. നല്ല തടിയാ. എന്താ പറഞ്ഞേ? അല്ല, ഈ തെങ്ങ് കമുക് അടയ്ക്ക ഇതിലേതിപ്പെടും? ഞാൻ ഒറ്റയ്ക്കാ താമസം. ഞാനും ഒറ്റയ്ക്ക. അപ്പൊ മുതലാളിയുടെ മോനോ? അവനും ഒറ്റയ്ക്ക. അപ്പൊ നമ്മളൊക്കെ ഒറ്റപ്പെട്ടവരല്ലേ മുതലാളി? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിങ്ങ് കേറും. അവനെ 7-ാം മാസത്തിൽ പ്രസവിച്ച. ഓ, അതായിരുന്നു. മുതലാളി, മുതലാളിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 55. അപ്പൊ മുതലാളിയുടെ മോനോ? 50. അതെങ്ങനെ ശരിയാവും? മുതലാളിക്ക് 55 വയസ്സ്, മുതലാളിയുടെ മോൻ 50 വയസ്സ്. അപ്പൊ മുതലാളിയുടെ 5-ാമത്തെ വയസ്സിലുള്ളതാണോ മുതലാളിയുടെ മോൻ? അല്ല, അവന്റെ 5-ാമത്തെ വയസ്സിലുള്ളതാ ഞാൻ. എന്റെ 5-ാമത്തെ വയസ്സിലുള്ളതാ അവൻ. കിടന്ന് കുരിഞ്ഞ് ഓടുന്നു. ഭർത്താവ് ആദ്യ രാത്രി പോലും 4 പേര് ചുമന്നോണ്ട് വന്നാ കട്ടിലെ കൊണ്ടിട്ടത്. ആണോ? അത്രയ്ക്ക് തടിയായിരുന്നു. അത്രയ്ക്ക് കൂടിയായിരുന്നു. മക്കള്? ആ, ബോധം ഉണ്ടായിട്ട് വേണ്ടേ മക്കളെ പറ്റി ചിന്തിക്കാൻ? ഇപ്പൊ കല്യാണം കഴിച്ച കന്യക. ചക്കപ്പഴത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എനിക്കും മുതലാളിയെ ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ ചക്കപ്പഴത്തിന് ഹോം നേഴ്സായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്റെ ഭാഗ്യം. 6 മാസം പ്രൊബേഷൻ പീരീഡാ. അതെന്താ മുതലാളി അങ്ങനെ? ആദ്യത്തെ മാസം 1000 രൂപ തരും. 1000 രൂപയോ? 2000. 2000 രൂപയോ? 5000. മുതലാളി, നീ എവിടൊക്കെ ഇട്ട് പിടിച്ചാലും 5 രൂപ കൂടത്തില്ല. മുതലാളി രാവിലെ 7 മണിക്ക് വന്ന് ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കി 6 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ പോകും. ഞാൻ കൊണ്ടാക്കും. വേണ്ട. എന്നിട്ട് ഞാൻ അവിടെ കിടക്കും. നേരം വെളുക്കുമ്പം കുളിച്ച് ഫ്രഷായ മെളിഞ്ഞു പോരും. അതെന്തിനാ മുതലാളി അങ്ങനെ? കൊച്ചെ വല്ലാത്ത കാലമാ. ഈ മുതലാളിയുടെ ഒരു കേറിങ്. പിന്നെ ഈ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്തുവാ കയ്യിലുള്ളത്? മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഡാൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും? എനിക്ക് ഡാൻസാ ഇഷ്ടം. എനിക്കും അതാ ഇഷ്ടം. മ്യൂസിക് ഇടട്ടെ? ഇട് മുതലാളി. ഇടാ മക്കളെ മ്യൂസിക്. തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഇന്ന് തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. അച്ഛാ, യോ എന്റെ അച്ഛന് ചലന പറ്റി നിൽക്കുന്നത്. അച്ഛാ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയെന്നാ തോന്നുന്നത്. എക്സ്ക്യൂസ് മീ,
ഒന്ന് ടച്ച് ചെയ്യാമോ പ്ലീസ്? ആരാ പാട്ട് നിർത്തിയത്? അപ്പൊ തൊടാനുള്ളവര് തൊട്ടപ്പോ അനങ്ങിയ. മുതാണ് മുതലാളി പറയാറുള്ള മുതലാളി പ്രതീക്ഷിക്കാതെ വരുന്ന മുതലാളിയുടെ മോൻ. അച്ഛൻ എന്തൊക്കെയാ അച്ഛാ ഈ കാണിക്കുന്നേ? ഞാനിവിടെ ഇങ്ങനെ മൂത്ത് കരച്ചിരിക്കുമ്പോ അച്ഛനൊരു അച്ഛനാണോ ചാ? ഞാനൊരു തീരുമാനമെടുത്തു. ഈ ഹോം നേഴ്സിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. ഞാനും ചില തീരുമാനം എടുത്ത്. എന്തുവാ? എടാ, നിന്റെ അമ്മ മരിച്ചപ്പം ഒരു തുള്ളി കണ്ണീര് വന്നോടാ. എന്റെ കാമുകി മരിച്ചപ്പോഴും ഞാൻ കരഞ്ഞില്ല. ഇനി എനിക്ക് കരയാനും പിടിച്ചിരിക്കാനും വയ്യ. അതുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ട് പോവുക. അച്ഛാ, അപ്പൊ എനിക്ക് ഷുഗറിന്റെ ഗുളിക എടുത്തു തരുന്നത് ആരാ അച്ഛാ? നീ ഒരു ഹോം നേഴ്സിനെ വെക്കടാ. മുതലാളി, നമുക്ക് ഈ വിശ്രമവേള ആനന്ദകരമാക്കിയാലോ? മ്യൂസിക് ഡട്ടാ. ഇട് മുതലാളി. ഇതടാ മക്കളെ മ്യൂസിക്. ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഇന്ന് പ്രേമം പൊക്കും മുകിലിന്മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി വിടെ. മൂന്ന് പേരെടുത്തുണ്ട്, പ്രത്യേകിച്ച് അങ്കിളിന്റെ അടുത്താണ്. അങ്കിളെ വിത്ത് റെസ്പെക്റ്റിലാണ് കേട്ടോ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പ്രായം ഉണ്ടാവും അങ്കിളിന് ഈ കലാമേഖലയിലുള്ള എക്സ്പീരിയൻസിന്. അതുകൊണ്ടാണ് ഇനി ഇരുന്ന് സംസാരിച്ചത്. നിങ്ങൾ മൂന്ന് പേർക്കും വർഷങ്ങളായിട്ട് സ്റ്റേജിൽ നാടകം ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ കളിച്ച സ്കിറ്റിലുണ്ടായിരുന്നു. കാര്യം നിങ്ങൾ അത്രയും ഡയലോഗ് മോഡുലേഷനും പറയുന്ന ക്ലാരിറ്റിയും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിനാണ്. അതിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായ നിങ്ങൾ ഞങ്ങളുടെ ഓഡീഷന് വരാൻ കാണിച്ച മനസ്സിന് ആദ്യമേ ഞങ്ങൾ എല്ലാവരുടെ പേരിലുള്ള നന്ദി. ഒപ്പം ഇവിടെ വന്ന് പെർഫോം ചെയ്തതിനും ഒരുപാട് നന്ദി. നിങ്ങളോട് താങ്ക്സേ പറയാനുള്ളൂ, അല്ലെ ഈ സ്കിറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. സത്യം, അത് പറയാൻ ആരും അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എഫേർട്ട് എടുത്തത്, നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് ഇവിടെ വരെ സ്കിറ്റ് ചെയ്തതിനാണ് ഒരുപാട് നന്ദി. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു എനർജി തരുവാണ്. അതിന് ഒരുപാട് സന്തോഷം. മാത്രമല്ല, ഒരു ട്രൂ കലാകാരൻ എന്ന് പറയുന്ന പോലെ ഈ ഒരു പ്രായത്തിലും ഒരു 25 വയസ്സുള്ള പയ്യന്റെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതിനെ ആ 25 വയസ്സുകാരനെ പോലെ തന്നെ അഭിനയിക്കുന്ന ചേട്ടന് വലിയൊരു നമസ്കാരം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം അങ്കിൾ ആ സോഫയിലിരിക്കുന്നു, പിന്നെ അങ്കിളുടെ ഡയലോഗ്സും മോന് വരുന്നു, എല്ലാം നടക്കുന്നു, സ്മിത വരുന്നു, എല്ലാം നടക്കുന്നു. പക്ഷെ ഞാൻ ഫുൾ സ്കിറ്റിൽ അങ്കിൾ അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അങ്കിൾ, ഞാനിപ്പോൾ ആലോചിക്കുക, ഈ ഒരു വയസ്സിൽ അങ്കിൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അന്തകാലം അങ്കിള് പീരങ്കിയായിരുന്നു. ഞാൻ കാര്യമായിട്ട് അങ്കിളുടെ ക്യാരക്ടർ നെഞ്ചത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നത്തെ ഈ ഒരു AI കാലഘട്ടത്തിൽ എല്ലാം സ്ക്രീൻ ടെസ്റ്റ് വഴിയാണ്. ഇപ്പോൾ എത്ര വലിയ കലാകാരന്മാരായാലും അവർ സെലക്ട് ആവുന്നത്, വലിയ സിനിമയാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും. അങ്ങനത്തെ ഒരു മനസ്സ് കാണിച്ച് ഇന്നത്തെ ഒരു സമയത്ത് അങ്കിൾ ഇത്രയോ ഒരു എക്സ്പീരിയൻസ്, സ്റ്റേജസും മറ്റേ എന്താ പറയുക, എത്രയോ വേദികളും എത്രയോ ആൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്തിട്ടും അങ്കിൾ ആ ഒരു മനസ്സ് കാണിച്ച് ഈ ഒരു വേദിയിൽ വന്നത്, അതിൽ കോമഡി മാസ്റ്ററിന് വലിയ താങ്ക് യു. അങ്കിൾ, സത്യം പറയാ, വി റിയലി എൻജോയ്ഡ് ഇറ്റ്. സോറി മോനോടും സോറി സ്മിത, രണ്ടുപേരും ഞാൻ നോക്കിയിട്ടില്ല. അങ്കിൾ ഒന്നും പറഞ്ഞില്ല. കേക്കട്ടെ. 40 വർഷം നാടക ഫീൽഡിലായിരുന്നു. അപ്പം പ്രായമായി എന്ന് സ്വയം തോന്നിയപ്പം അങ്ങ് നിർത്തി. പിന്നെ ഈ വേദി, ഇതുപോലുള്ള വേദി നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വേദിയാണ്. അതുകൊണ്ടാണ് അവിടെ ഓഡീഷന് വന്നതും അതിൽ പങ്കെടുത്തതും. നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന് നമ്മൾ നമിക്കുന്നു നിങ്ങളാണ്. സന്തോഷം, ഹൃദയത്തിൽ തൊട്ട് സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും അവസരങ്ങൾ തരിക, തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിരിക്കാണ്. അത് മാത്രമല്ല, നിങ്ങളെ പോലത്തെ സീനിയേഴ്സ് ഇവിടെ വരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം. കോമഡി മാസ്റ്റേഴ്സിന് നിങ്ങളല്ല, നിങ്ങൾ വഴി ഒരുപാട് ആൾക്കാർക്ക് ഈ വേദി വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു അങ്കിൾ, നിങ്ങൾ നമ്മളുടെ വേദിനെയാണ് ധന്യമാക്കിയത്. താങ്ക് യു.
അങ്കിളുടെ അനുഗ്രഹമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. അല്ല, അത് മാത്രമല്ല, ഇതുപോലെ വർഷങ്ങളായിട്ട് നാടകത്തിലും ഇതുപോലെ കലാമേഖലയിൽ നിന്നിട്ട് ഇപ്പൊ കുറച്ച് പ്രായമായി എന്ന് കരുതിയിട്ട് നമ്മൾ ഈ മേഖലയിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാമെന്ന് ചിന്തിക്കുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദി തുറന്നിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ധൈര്യസമേതം വരാം. നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ അവസരമായിട്ട് കോമഡി മാസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇനി ഞങ്ങളുടെ എപ്പിസോഡിൽ ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു ബാറ്ററി കാണാന്നൊരു ചടങ്ങുണ്ട്. ബാറ്ററി എത്രത്തോളം നമ്മൾ ചിരിച്ച് ചാർജ് കയറ്റി എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നോക്കിയാലോ? ഒന്ന് തിരിഞ്ഞു നോക്കി, ഞങ്ങളെ ബാക്കിലേക്ക് നോക്കിക്കോ കേട്ടോ. രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് ചാർജ് കയറ്റാം. ഓക്കെ, ശ്വേത ചേച്ചി, ഇത് ആക്ച്വലി കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് എമൗണ്ട് ആണ് അങ്കിൾ. അപ്പോൾ ഇനി മുതൽ ഈ വേദി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ക്യാരക്ടേഴ്സ് കാണാൻ, നിങ്ങളുടെ ഈ എക്സ്പീരിയൻസസ് നമ്മളെല്ലാവർക്കും എന്താ പറയുക കാണാനുള്ള ഒരു ആകാംക്ഷയാണ്. താങ്ക് യു അങ്കിൾ. ചേച്ചി, ഒരു 30,000 രൂപയ്ക്ക് നിങ്ങളും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അതെ, ഓക്കെ. ഇതാ 30,000 തരികയാണ്. 3000 ഇതാ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോ ജില്ല വിട്ട് വളാഞ്ചേരി, മലപ്പുറം ആ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഇവിടെ കോഴിക്കോടുണ്ട്, മലപ്പുറം ഉണ്ട്. അതായത് മലപ്പുറത്തെ സ്വാദ് എല്ലാം കൂടെ അതായത് നമ്മുടെ ഈ ഫ്ലോറിൽ ഇപ്പൊ വന്നിരിക്കുകയാണ്. എന്റെ വളാഞ്ചേരി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വളാഞ്ചേരി എനിക്ക് കാണാം. വളാഞ്ചേരി അത് പറയുമ്പോഴാണ് നമ്മൾ ഈ ചേച്ചിമാരെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല ഇവരിന്ന് എന്ത് ഐറ്റംസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത്. എല്ലാവരുടെയും കണ്ണുകൾ ദാ ഈ ഐറ്റംസിലേക്ക് നോക്കിക്കോ. ഇതാണ് മധുരം നിറഞ്ഞിട്ടുള്ള സാധാരണ നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് ഒന്നും അല്ല. ബ്രൗണി ഒക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ വേറെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്മിത ചേച്ചി, നമുക്ക് സ്മിത ചേച്ചിയുടെ വോയിസിൽ വേണ്ട, മലപ്പുറം ജില്ല വളാഞ്ചേരിക്കാര് മണിമുത്താണിത്. അരിയുണ്ട കൊടുത്തിട്ടുണ്ട്, കഴിച്ചോക്കാണ്. ഞാൻ കഴിക്കാൻ നിങ്ങൾ പറയും. ഇത് കണ്ട, ഇതിങ്ങനെ കറുത്ത് ഉരുണ്ടിട്ടാണെങ്കിൽ ചാത് നല്ലോണുണ്ട്. വല്യമ്മയുടെ കുട്ടി ഒന്ന് കഴിക്കണം. ബാക്കി പറഞ്ഞോട്ടെ മോളെ, വല്യമ്മക്ക് ഇത്രയൊക്കെ വെയ്ക്കുള്ളൂ, പൈസ. ഇത് കുക്കി പയ്യാണ്, ഇത് ബ്ലോണ്ടി എന്ന് പറയും. ഇത് കാരറ്റ് ഹലുവ, അരിരപ്പം. അത് അതിന്റെ പേര് സമോസ വിളിക്കുന്നത് മണ്ട. വളാഞ്ചേരിയിൽ എത്തുമ്പോ അത് മണ്ടയാവും. വളാഞ്ചേരിയിൽ ഇതൊരു മണ്ടയാണ്. ശരി, ഇത്തമാരുടെ പേര്? എന്റെ പേര് റഷീദ. റഷീദ നൗഷാദ്. ബാക്കി ഇത്തമാരുടെ പേര് പറ. സ്മിത, ഷെഹർബാൻ, മുനീറ, ബുഷറ, അസ്മാബി. ഇനി നമ്മൾ അടുത്ത നമ്മൾ ആ ടേൺ തിരിഞ്ഞ് നമ്മൾ ഈ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുവാണ്. ഈ വളവിലേക്ക് വരുമ്പോ ഈ വളവിലുണ്ടല്ലോ നല്ല നെയ്യുടെ മണം അടിക്കുന്ന കേക്ക് ഇരിക്കുന്നുണ്ട്. അത് അവര് പറയട്ടെ. ചേച്ചി, എന്റെ പേര് ഷീജ. ഞാൻ വള്ളിക്കുന്ന് ബാലാതിരുത്തി പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്നതാണ് മാംഗോ ഹലുവ. വീട്ടിലുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കറുത്ത ഹലുവ, പിന്നെ നെയ്യപ്പം, പിന്നെ ബ്രൗണി അത് സജിന ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. സഫീറ, അത് മടക്ക്. ഇനി നിങ്ങളുടെ പേര്? ഷംല, പിന്നെ ഒരാൾ സഫീറ, സജ. നസീമ. എന്റെ പേര് നസീമ. ഇവരൊക്കെ നമുക്ക് പരിചയമുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ ഈ മലപ്പുറത്ത് പോയിട്ട് ആനീസ് കിച്ചണിൽ പരിചയപ്പെട്ട ടീമുകളാണ് ഇവരെല്ലാരും അല്ലേ. അപ്പൊ ഇനി ഞങ്ങളുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇതെല്ലാം അതിന് മുന്നേ ഞാൻ പറഞ്ഞോട്ടെ, ഈ ക്യാരറ്റ് ഹൽവ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മുമ്പേ പരസ്യത്തിൽ കേട്ടിട്ടുണ്ട്. അരുണ്ട കൂട്ടുകാരെല്ലാം പെട്ടെന്ന് കേറി വന്നു. എങ്കിലും അത് നമുക്ക് കഴിച്ചു നോക്കിയാലോ? നിങ്ങൾ ആ സൈഡിൽ നിങ്ങൾ മലപ്പുറം തുടങ്ങിയ തിരുവനന്തപുരത്ത് തുടങ്ങാം. ഞാൻ ഇതെടുത്തേ.
സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇവിടെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ചേച്ചി, ഇത്രയും പലഹാരം തന്ന ഇവർക്ക് തിരിച്ച് നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്, ഈ 2 ടൈറ്റിലും പോകുന്നത് നിങ്ങൾ ഇത്തമാർക്കാണ്. ഡാൻസ് കളിച്ചോ, ഞാൻ സാരി എടുത്തോണ്ട് വരാം. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു മലപ്പുറത്ത് നിന്നും വന്ന നമ്മുടെ ഇത്തമാർ. താങ്ക് യു. കഴിഞ്ഞിട്ടില്ല. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു അഗൈൻ ചേച്ചിമാരെ, നിങ്ങൾക്കാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്നും നിങ്ങൾ ജയിച്ച് അല്ലെ, നിങ്ങളുടെ ഓരോ വിഭവങ്ങൾ ഞങ്ങൾക്ക് സ്നേഹത്തോടെ ഇവിടെ കൊണ്ടു തന്നു. തിരിച്ച് ഞങ്ങൾ കൈനിറയെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളെ കാണാൻ വരണേ. ഉറപ്പായിട്ട് വരില്ലേ? അതെ, ഇങ്ങനെ തന്നെ കൈ നിറയെ നമുക്ക് പലഹാരങ്ങളായിട്ട് വരണം. ബാക്കിത്തമാരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. അയ്യോ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്, ഇത് പറഞ്ഞോണ്ട് ബൈ, ഗുഡ് നൈറ്റ്, മ്യൂസിക്.